ഈ കുറേ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാൽ ഒന്നിനും നേരല്ല, ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോത്തിന് കാണാം ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാരപ്പായിൽ ഒന്നായിട്ടിടുക. ഇവിടെ ആലോചിക്കുന്നിട്ട് മാൻ്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക. എന്നിട്ട് അതിനെ പിടിച്ചൊന്ന് റെഡി ആക്കുമ്പോഴത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ചിങ്ങനൊക്കെ ഉണ്ടാവും. സങ്കടം തന്നെയല്ലേ? ഒന്ന് മര്യാദയ്ക്ക് നിസ്കരിച്ചാനും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുള്ള സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അത് കുറെ ഉള്ള പറയും വേണ്ട, ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്നും നഷ്ടല്ല സഹോദരങ്ങൾ. ഞാൻ പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാൽ, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നിങ്ങൾ മരിച്ച് കബറിൽ മറമാടി കിടക്കുകയാണെങ്കിലും നിങ്ങളെ കുട്ടികളും പേരക്കുട്ടികളും നിങ്ങളെ കുട്ടി എൻ്റെ ഉമ്മ അങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ ആ ഒരു ശീലം തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ തലമുറ ആ പുണ്യകർമ്മം ചെയ്യണ കാലത്തോളം ഈ പറഞ്ഞെടുത്ത ഉമ്മാക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മ മദ്രസയാണെന്ന് പറയുന്നത് വെറുതല്ല, കൂലിയാണ് കിട്ടുന്നത്. ഒരു കുട്ടി നന്നായാൽ അതിന്റെ കൂലിയൊക്കെ ഉമ്മാക്കാണ്. ആ കുട്ടി നിസ്കരിച്ചുമ്പോഴും നോൻപോൽക്കുമ്പോഴും അത് പ്രസംഗിക്കുമ്പോഴും അത് എന്തൊക്കെ ചെയ്യുണ്ടോ, അത് അതിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഈ ലോകത്തുണ്ടോ അതിൻ്റെ ഒക്കെ അനന്തരഫലം ഉമ്മാക്ക് കബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും.